ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ, ചെറിയ ഉരുളിലിട്ടിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പിടിയോളം കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റോളം ഒന്നങ്ങ് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 നുള്ള് എന്നുള്ള രീതിയിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് 1 മിനിറ്റോളം ഒന്നങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ തേങ്ങ അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് 1 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5-8 സ്ലൈസ് ബ്രെഡ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. മുട്ട നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു 4 വശം ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. അതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് ഒന്ന് ഇട്ടിട്ട് ഒന്നങ്ങ് മുക്കിയെടുക്കാം. ഒന്ന് നനച്ചെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ വശവും ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ കുത്തി നിറക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ വശവും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ആ ഒരു മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ റസ്ക് പൊടിയിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അത് മറക്കരുത്, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സിലേക്ക് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്